ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പലങ്ങളാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. പ്രശസ്തവും പൗരാണികവുമായ ക്ഷേത്രങ്ങളാണ് ഈ 4 ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഇന്ന് പ്രത്യേകം ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത തരത്തിൽ അത്ര പ്രസിദ്ധമാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് മാത്രം ചെറുതായി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീരാമദേവനും സഹോദരന്മാരും, അംശാവതാരങ്ങളായിട്ടുള്ള സഹോദരന്മാരും സീതാന്വേഷണത്തിനായി പമ്പയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രാമധ്യേ ശ്രീരാമ ഭഗവാൻ രാമപുരം, രാമൻ വസിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ആ പേര് തന്നെ വന്നിട്ടുള്ളത്. രാമപുരത്ത് നല്ല സ്ഥലം നോക്കിയിട്ട് അവിടെ ഉപവിഷ്ടനായി അവിടെ വസിച്ചു എന്നാണ്. സഹോദരന്മാരായ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഓരോ സ്ഥലത്തേക്ക് ഓരോ സ്ഥലം സ്വീകരിച്ച് അവിടെ ഉപവിഷ്ടരായി എന്നുമാണ് കരുതപ്പെടുന്നത്. തിരിച്ച് ഓരോ പ്രാവശ്യമായി ഓരോരുത്തരും സഹോദരനെ കാണാൻ വന്നതായിട്ടും അങ്ങനെ ഐതിഹ്യമുണ്ട്. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമായി രാമപുരം മാറുകയും രാമപുരം പഞ്ചായത്തിൻ്റെ തന്നെ 4 ഗ്രാമങ്ങളിലായിട്ടാണ് ഈ 4 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ചരിത്രവുമായി ഒത്തുനോക്കുമ്പോൾ ഇത് കൃത്യമാണെന്ന് ഈ ഐതിഹ്യത്തെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള സ്ഥലനാമങ്ങൾ കേട്ടാൽ നമുക്ക് ബോധ്യപ്പെടും. എവിടേക്കാണ് അവർ യാത്ര ചെയ്ത്? പമ്പയിലേക്കാണ്. ഇന്നും തീർത്ഥാടകർ, ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരുടെ പ്രധാന പാതയാണ് രാമപുരത്തിലൂടെ കടന്നു പോകുന്ന വഴി. അതിലൂടെ കടന്നുപോയി പമ്പയിലാണ് ഋഷ്യമൂകാചലമുള്ളത്. അവിടെയാണ് സുഗ്രീവൻ വസിച്ചിരുന്നത്. സുഗ്രീവുമായി സഖ്യം ചെയ്തത് അവിടെയാണ്. അവിടെയാണ് ശബരിമല. ശബരിമാതാവ് തപം ചെയ്തിട്ട് ആ മലയുടെ പേരാണ് ശബരിമല എന്നും. അവിടെ ശ്രീരാമ ഭഗവാൻ എത്തിയെന്നും ശബരി എന്ന വന്ധ്യവയോധികയായ ഭക്തയുടെ കയ്യിൽ നിന്നും കായികനികൾ വാങ്ങിച്ചു ഭക്ഷിച്ചു എന്നും നമ്മൾ രാമായണത്തിലൂടെ പഠിക്കുമ്പോൾ ഈ ചരിത്രവും പുരാണവും ഒരുപോലെ സാമ്യമുള്ളതാണ് എന്ന് നമുക്ക് ആധുനിക ലോകത്തിൽ ഇത് വിലയിരുത്താൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രപരമായ ഐതിഹ്യം. ഇതിനെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഐതിഹ്യം ഇതാണ്. രാമപുരത്ത് വരുമ്പോഴുള്ള പ്രത്യേകത, വളരെ കുറഞ്ഞ ദൂരം കൊണ്ട് 2.5-3 കിലോമീറ്റർ ഉള്ളിലാണ് ഓരോ ക്ഷേത്രങ്ങളും തമ്മിലുള്ള ദൂരം. അതുകൊണ്ട് ഏതൊരു ഭക്തനും വന്നെത്തിയാൽ രാമപുരത്ത് ശ്രീരാമസ്വാമിയെയും അതിനുശേഷം ലക്ഷ്മണസ്വാമിയെയും ഭരതസ്വാമിയെയും ശത്രുഘ്നസ്വാമിയെയും ദർശനം നടത്തി ഉച്ചപൂജയ്ക്ക് മുമ്പായി ദർശനം പൂർത്തീകരിക്കാൻ 4 ക്ഷേത്രങ്ങളിലും പ്രദക്ഷിണം ചെയ്ത് വീണ്ടും രാമപുരത്ത് തന്നെ വന്ന് ഭഗവാനെ വണങ്ങുന്നതോട് കൂടിയിട്ടാണ് രാമപുരത്തെ നാലമ്പല ദർശനക്രമം ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതും ആചരിച്ചു വരുന്നതും. ഉച്ചപൂജയ്ക്ക് മുമ്പായി 4 സ്ഥലത്തും ക്ഷേത്രദർശനം നടത്തുവാൻ നമുക്ക് സാധിക്കുന്നത് കുറഞ്ഞ ദൂരം കൊണ്ടാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള കാർഷിക ഗ്രാമമാണ് എന്നുള്ളത് കൊണ്ട് വിദേശങ്ങളിൽ നിന്ന് പോലും വരുന്നവർക്ക് അത്യാകർഷകരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഈ 4 ക്ഷേത്രങ്ങളിലും പ്രദർശനം ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓരോ സ്ഥലത്തുമുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് നിങ്ങളെ അറിയിക്കുന്ന വീഡിയോ ഉണ്ടാവും. അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 4 ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു സർക്കിൾ പൂർത്തിയാകും. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ 5 ഇരട്ടി ഗുണമുള്ള പ്രദക്ഷിണമാണ്, 6 ഇരട്ടി ഗുണമുള്ള പ്രദക്ഷിണമാണ് ഗ്രാമപ്രദക്ഷിണം. അതുകൊണ്ട് ഒരു ഗ്രാമത്തിന് കൂടി പ്രദക്ഷിണം വെക്കുന്നു എന്ന പ്രത്യേകതയാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിനുള്ളത്. ലോകത്തൊരിടത്തും ഇത്രയും അടുത്ത് 4 ഭഗവാന്മാരുടെ ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളില്ല. ഉണ്ടെങ്കിൽ പോലും വളരെ ദൂരത്തായിരിക്കും എന്നുള്ളത് കൊണ്ട് ഭക്തരായ ആളുകൾക്ക് വന്ന് പ്രദർശനം ചെയ്തു പോകാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷേ രാമപുരം ക്ഷേത്രത്തിൽ, രാമപുരത്തെ പരിസര പ്രദേശത്തുള്ള ഈ 4 ക്ഷേത്രങ്ങളും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി, അതും ഉച്ചപൂജയ്ക്ക് മുമ്പായി ദർശനം നടത്തുവാനുള്ള സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളെയും, എല്ലാ ഭക്തജനങ്ങളെയും രാമായണ മാസത്തിലേക്ക് പ്രത്യേകിച്ച് രാമ മന്ത്രം ജപിച്ചുകൊണ്ട് രാമപുരത്തേക്ക് രാമൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും എത്തിച്ചേരുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഹരി ഓം.